എ.ഡി. തോമസ് ആലപ്പുഴ എം.എൽ.എ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. എ.ഡി. തോമസ്, നിലവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളൊന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണമെന്നുള്ളതാണ്. അതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? വലിയ സന്തോഷം. ഇതൊരു ജനാധിപത്യത്തിന്റെ വിജയമാണ്. പ്രതിഷേധിക്കുവാനുള്ള, സമരം ചെയ്യുവാനുള്ള, അഭിപ്രായ വ്യത്യാസം തുറന്നു പറയാനുള്ള ആർജവമുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആത്മാഭിമാനത്തിന്റെ വിജയമാണ്. ഇതിനെ അങ്ങനെ നോക്കിക്കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ ശ്രീ എ.ഡി. തോമസ്, നിലവിൽ ഈ പറഞ്ഞ 5 ഉദ്യോഗസ്ഥർ നിങ്ങളെ മർദ്ദിച്ചവരാണ്. ആ മർദ്ദനമേറ്റ ദൃശ്യങ്ങളുണ്ട്. ആ മർദ്ദനമേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നീതി ലഭിക്കുക എന്നുള്ളത് പോലീസിൽ നിന്നാണ്, പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി കൊടുത്ത് സുതാര്യമായ ഒരു അന്വേഷണം നടത്താതെ ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുണ്ടെന്ന ആരോപണം നിങ്ങൾ ഉയർത്തുന്നു. അവരിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ സർക്കാരുള്ള സമയത്ത്. ആ കാര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് തോമസ്? അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോ ആദ്യം പ്രത്യക്ഷത്തിൽ മർദ്ദിച്ചവർക്കെതിരെയുള്ള നടപടി വന്നു. ഇനി പരോക്ഷമായി ഇരട്ടന്റെ മറവിൽ നിന്ന് ഇതിനെല്ലാം കുടപിടിച്ചു കൊടുത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്, ADGP അടക്കമുള്ള ആളുകളുണ്ട്. അവർക്കെതിരെയുള്ള നടപടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. നിലവിൽ ഇത്തരത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ആദ്യത്തെ സ്റ്റെപ്പായി SIT രൂപീകരിക്കുന്ന ഒരു വെഞ്ചൻസ് പൊളിറ്റിക്സ്, ഒരു പ്രതികാര രാഷ്ട്രീയം എന്ന രീതിയിൽ ഇതിനെ വിലയിരുത്തപ്പെടാൻ സാധ്യതയില്ലേ? അങ്ങനെ വിലയിരുത്തുന്നവർക്ക് വിലയിരുത്താം. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഇതൊരു പ്രതികാര രാഷ്ട്രീയമോ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, പ്രതിഷേധിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള, മൗലിക അവകാശത്തിന് വേണ്ടിയുള്ള ഒരു 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 പോരാട്ടമാണ്. അതിന് സ്വാഭാവികമായി പിണറായി വിജയൻ സർക്കാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ അതൊന്നും സംരക്ഷിക്കപ്പെട്ടില്ല. ഇന്ന് ജനാധിപത്യ ചേരിയിലുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ആ വികാരങ്ങൾ മാനിച്ച് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നു, നടപടിയെടുക്കുന്നു. സ്വാഭാവികം. നിങ്ങളുടെ എല്ലാ പരാതികളും, നിങ്ങളുടെ എല്ലാ പരിഭവങ്ങളും, പ്രശ്നങ്ങളും SIT പൂർണ്ണമായി കേട്ടു. ഈ SIT അന്വേഷണത്തിൽ പൂർണ്ണമായ സംതൃപ്തി നിങ്ങൾ രേഖപ്പെടുത്തുന്നു അല്ലേ? പൂർണ്ണമായും തൃപ്തി രേഖപ്പെടുത്തുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും പല പല ആളുകളിലേക്ക് അന്വേഷണം എത്താനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ എന്തായാലും എത്തുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പരാതിക്കാരൻ ഈ കേസിൽ അടുത്തായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് സ്വാഭാവികമായ നീതിയുടെ 1ാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇവർക്കെതിരെ ഇനി മാതൃകാപരമായ നടപടി, ഇതിപ്പോ പ്രാഥമിക നടപടിയാണ്, മാതൃകാപരമായ നടപടി അത് ഉണ്ടാവാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്ന സർക്കാർ തലത്തിലെ ഇടപെടലാണ്. ഈ പറഞ്ഞ ഇവർ കുറ്റം ചെയ്തു എന്ന് SITക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് ഈ മാതൃകാപരമായ ശിക്ഷ എന്നുള്ളത് കോടതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഒരു സർക്കാർ എന്ന നിലയിൽ ഈ കേസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രതീക്ഷിക്കാൻ കഴിയുന്ന അടുത്ത സ്റ്റെപ്പ് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇതിപ്പോ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് അതിലധികം പ്രതികരണം നടത്തുന്നില്ല. കോടതി കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചില ആരോപണങ്ങളുണ്ട്, അലിഗേഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചന അടക്കം നിങ്ങൾ ആരോപിച്ചിരുന്നു. അതിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങണ്ടേ? അതെ, ഞാനത് തുടക്കം തന്നെ പറഞ്ഞിരുന്നത്. അത് 2ാമത്തെ ഘട്ടത്തിലാണ്. 2ാമത്തെ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അതുവരെയും നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ശ്രീ എ.ഡി. തോമസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് എന്താ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.